അപ്പോൾ ഈ സന്ദേശത്തിൽ അച്ഛൻ കൊണ്ടുവരുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഗവൺമെൻറ്റിൻ്റെ ഒരു ബോഡിയാണത്. അത് നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള പരീക്ഷ എഴുതാനുള്ളത്. അതിനെ എടുക്കുന്നത് പി ഫോർ പ്രയർ, എസ് ഫോർ ഷെയർ, സി ഫോർ കെയർ. പി ഫോർ പ്രയർ, പ്രാർത്ഥിക്കണം. ഈശോ പഠിപ്പിച്ചില്ലേ, എൻ്റെ നാമത്തിൽ 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യം ഉണ്ടായിരിക്കും. ഇവിടെ വരെ പ്രാർത്ഥിക്കണം. കാരണം നമ്മളൊക്കെ ദൈവത്തിൻ്റെ കരവേലയാണ്. ഓരോ ഭാര്യയും ഭർത്താവും അവരുടെ മക്കളും എല്ലാം ദൈവത്തിൻ്റെ വലിയ വലിയ ദാനങ്ങളാണ്. അതുകൊണ്ട് ദാനമായി കിട്ടിയതിനെ നാം ശ്രേഷ്ഠമായി ഉപയോഗിക്കണം. എല്ലാം ദാനമായിരിക്കെ നമ്മൾ ഒന്നിൻ്റെ ഉടമസ്ഥന്മാരല്ല ഈ ഭൂമിയിൽ. എല്ലാം ദാനമാണ്. നമ്മൾ കാര്യസ്ഥന്മാർ മാത്രമാണ്. ഈ കാര്യസ്ഥത കൃത്യമായി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ദൈവവുമായുള്ള ഒരു ബന്ധം വേണം. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന. ദ ഫാമിലി പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്ന് പറയാറുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിൽക്കും. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് നമുക്ക് നിൽക്കാൻ ഉള്ള ആ വലിയ കൃപ കിട്ടണം. നമ്മൾ ബൈബിൾ മുഴുവൻ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴൊക്കെ അവിടെ എല്ലാം ഈ പ്രാർത്ഥനയുടെ ശക്തിയെ പറ്റി പറയുന്നുണ്ട്. ഈശോ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി, പതിവ് പോലെ പ്രാർത്ഥിക്കാൻ പോയി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എവിടെയൊക്കെ വായിക്കും അവിടെയെല്ലാം അവർ ആ സമൂഹം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് പറയുക. അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതെന്നറിയോ, അപ്പസ്തോലൻ പത്രോസ്, പൗലോസ് അവരൊക്കെ കാരാഗൃഹത്തിൽ നിന്ന് മോചിക്കപ്പെട്ടു. ചില തടസ്സങ്ങളൊക്കെ, ചില ബന്ധനങ്ങളൊക്കെ മാറാനായിട്ട് നമ്മൾ അവിടെ ഇവിടെ ഓടി നടക്കാതെ അവനവൻ്റെ കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. ഈ 2 സംഭവം പറയുമ്പോഴും, പത്രോസിയുടെ കാരാഗ്രഹ മോചനവും പൗലോസിയ കാരാഗ്രഹമോചനം പറയുമ്പോഴൊക്കെ ആ സമൂഹം വീടുകളിലിരുന്ന് പ്രാർത്ഥിച്ചെന്ന് പറയും. അതുകൊണ്ട് വീടുകളിലിരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ചില തടസ്സങ്ങളെ അകറ്റിക്കളയണം. രണ്ടാമത്തേത് ഷെയറാണ്. എസ് ഫോർ ഷെയർ, പങ്കുവെക്കുക. നമ്മുടെ വ്യാരം പങ്കുവെക്കേണ്ടത് മുഴുവനും ഈ കാശും ഭക്ഷണമൊക്കെയാണ് അല്ല. നമ്മുടെ സമയം, നമ്മുടെ കഴിവ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗകര്യങ്ങൾ, അതൊക്കെ പങ്കുവെക്കണം. കുടുംബത്തിന്റെ ഉള്ളിൽ പങ്കുവെക്കണം. ഭർത്താവ് ഭാര്യയ്ക്ക്, ഭാര്യ ഭർത്താവിന്, മാതാപിതാക്കൾ മക്കൾക്ക്, മക്കൾ മാതാപിതാക്കൾക്ക് പങ്കുവെക്കണം. സമയം പോലും ഇപ്പം നമ്മൾ തിരക്കില്ലല്ലേ ഈ മൊബൈൽ ഫോണിനൊക്കെ വന്നപ്പോൾ. അതൊന്നും കുറ്റാച്ചം പറയല്ല, മറിച്ച് അതൊക്കെ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ കാലത്ത് എഴുന്നേറ്റ് അങ്ങോട്ട് തോണ്ടാനും വൈകുന്നേരം വരുന്ന മാന്താനുള്ള ഒരു വേദിയായിട്ട് മാറുക. ഇപ്പം ഈ തോണ്ടലും മാന്തലും നിർത്തിയിട്ട് ഒന്ന് അങ്ങോട്ടും മുഖത്തോടെ മുഖം നോക്കി ഒന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു. അതല്ല ഈശോ നോക്കിയേ, ഈശോ തൻ്റെ പരസ്യകാലത്ത് ഈ വിരുന്നിന് പോയി എന്ന് പറയുന്നുണ്ട്. എന്തിനു വിരുന്നിനോ? കാരണം നമ്മൾ പള്ളിയിൽ പോയാലോ ഒരു സിനിമയ്ക്ക് പോയാലൊക്കെ നമുക്ക് പരസ്പരം ഫേസ് ടു ഫേസ് ഇല്ല. പക്ഷെ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും വരുമ്പോൾ ഫേസ് ടു ഫേസ് ആണ്. പള്ളിയിൽ പോയാൽ നമ്മളിങ്ങനെ പുറകിൽ നിന്ന് കാണുള്ളൂ. മറിച്ച് നമ്മൾ കാണുന്ന നോക്കിയാൽ ഡൈനിങ് ടേബിളിന് ചുറ്റും വന്ന് നോക്കിയാൽ റൗണ്ട് ടേബിൾ കണ്ടിട്ടില്ലേ? നവജീവനിൽ റൗണ്ട് ടേബിൾ ഉണ്ട്. ഈ റൗണ്ട് ടേബിൾ ചുറ്റും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം അതുകൊണ്ട് നമുക്ക് ഈ ഷെയർ ചെയ്യുന്നത് എല്ലാം ആവട്ടെ, ശരീരവും മനസ്സും ആരോഗ്യവും സമ്പത്തും കഴിവും അറിവും സൗകര്യങ്ങളും ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ലൈംഗികത പോലും പങ്കുവെക്കാനുള്ളതാണ്. അപ്പം പങ്കുവെക്കുന്നതിൽ നിന്ന് നമ്മൾ തടസ്സപ്പെടുത്തുന്നത് ഈ സ്വാർത്ഥപരമായ മോഹങ്ങളൊക്കെയാണ്. അച്ഛനിവിടെ മദ്യപാനോട് എപ്പോഴും പറയുന്നതാണ്, സ്വാർത്ഥത ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മദ്യപാനത്തിൽ നിന്ന്, ദുശീലങ്ങളിൽ നിന്ന്, ഏത് തരക്കുദോഷങ്ങളിൽ നിന്നും നമുക്ക് പിന്മാറി പോലെ സാധിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് പങ്കുവെക്കുന്നുണ്ടാകാം. മൂന്നാമത്തെ സി ആണ്, സി ഫോർ കെയർ, കരുതലുള്ളതാകുക. ഇവിടെ ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കണ്ടില്ലേ, പാക്കേജും കണ്ടിട്ടില്ലേ, ഹാൻഡിൽ വിത്ത് കെയർ എന്ന്. കുടുംബജീവിതം ഇങ്ങനെയാണ്, ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. ദാമ്പത്യ ബന്ധം, മക്കൾ, മാതാപിതാക്കൾ ബന്ധങ്ങളൊക്കെ ഹാൻഡിൽ വിത്ത് കെയർ. അത് കൈകാര്യം ചെയ്യുന്നതിന് വരുന്ന അശ്രദ്ധയോ അലസതയോ ഒക്കെ ഈ കരുതൽ നഷ്ടപ്പെടുത്തിയേക്കാം. അപ്പം കരുതലോടുകൂടെ നമുക്ക് അത് കൊണ്ടുപോകാൻ സാധിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കരുതലുള്ളവരാവുക. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഒരു പള്ളിയിൽ അയക്കുന്ന സമയത്ത് അവിടെ ഒരു കുടുംബത്തിൻ്റെ വിവാഹ വാർഷികത്തിന് ക്ഷണിച്ചവർ. ഞാൻ അവിടെ ചെന്ന് അവരെന്നോട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചു. കേക്ക് മുറിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ വിവാഹ വാർഷിക വീട്ടിലെ ആ അപ്പച്ചനോട് ഞാൻ ഒരു ചോദിച്ചു, ചേട്ടാ വിവാഹങ്ങൾ 17 കൊല്ലമായില്ലേ, ഈ ഭാര്യയെ പറ്റി ഒരു കമൻറ്റ് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞ കാര്യം ഇതാണ്, അച്ഛാ ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥ ഇതെൻ്റെ ഭാര്യയുടെ വലിയ ദൈവവിശ്വാസവും അവളുടെ പ്രോത്സാഹനമാണ് അച്ഛാ. അവളുടെ വിശ്വാസവും അവളുടെ പ്രോത്സാഹനമാണ് ഇപ്പം ഞാൻ എന്താണോ അത്.
വേറെ ഒന്നുമില്ല അച്ഛാ. അപ്പോൾ അവളുടെ ദൈവവിശ്വാസവും അവളുടെ പ്രോത്സാഹനമാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ചേട്ടനെ പറ്റി എന്നിട്ട് പറയാനുള്ളത്? ചേച്ചി പറഞ്ഞ കാര്യം, അച്ഛാ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ആൾക്ക് ഭയങ്കര ശ്രദ്ധയാണ്. 2, ഞാൻ അറിയാത്ത എന്നോട് പറയാത്ത ഒരു കാര്യമാണ് ജീവിതത്തിൽ. 3, എല്ലാവരുടെയും മുമ്പിൽ എന്നെ വലിയ ആളാക്കി നിർത്തും. അതാണ് എൻ്റെ ചേട്ടൻ്റെ പ്രത്യേകത. 1, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിൽ കാണുമ്പോഴേക്കും ആളെ മാനത്ത് കാണും. 2, എന്നോട് പറയാത്ത ഒരു കാര്യം ആൾക്കില്ല. 3, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എന്നെ വലിയ ആളാക്കി നിർത്തും. അതാണ് ചേച്ചി പറഞ്ഞത്. 2 മക്കളുണ്ട്. ഞാൻ ചോദിച്ചു അവരോട്, നിങ്ങൾക്ക് എന്തിനാ പറയാനുള്ളത്? മോൻ പറഞ്ഞത്, ഇന്ന് വരെ പപ്പയും മമ്മിയും തമ്മിൽ വഴക്കടിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. മോൻ 9 പഠിക്കുന്നു, മോള് 6 വരെ പഠിക്കുന്നു. അപ്പം ഇങ്ങോട്ട് ചോദിച്ചു, മോളെന്തിനും പറയണം? അവൾ പറഞ്ഞു, ഇന്ന് വരെ മമ്മി പപ്പേനെ പറ്റി എന്തെങ്കിലും കുറ്റം പറയണമെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇവരുടെ അവരാണ് ഈ ലോകത്തെ ഏറ്റവും മാതൃകുടുംബം എന്ന് അച്ഛൻ പറയുന്നില്ല, മറിച്ച് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ്. അപ്പം ഇവിടെ ഈ സി ഫോർ കെയർ എന്ന് പറഞ്ഞത് ഒരു കരുതലുണ്ട് എല്ലാവരും. ഈ കരുതൽ വരുമ്പോഴും നമുക്ക് പിന്നെ എന്തെന്നറിയോ, കുറ്റപ്പെടുത്താനോ അസുഖപ്പെടാനോ നേരില്ല. ഈ കരുതലില്ലാണ്ട് വരുമ്പോഴാണ് നമ്മളിങ്ങനെ കുറ്റം പറയാനും കളിയാക്കാനും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പരാതിയൊക്കെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബജീവിതം എന്ന് പറയുന്നത് ഈ പരിധിയില്ലാതെ സ്നേഹിക്കാനും പരാതിയില്ലാതെ സഹിക്കാനും വേണ്ടിയ കുടുംബം. പരിധിയില്ലാതെ സ്നേഹിക്കണം. അത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം പരിധിയില്ല. 2, പരാതിയില്ലാതെ സഹിക്കുക. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും ജീവിതത്തിൽ. അപ്പം പരാതിയില്ലാതെ സഹിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് ഈ PS എന്ന് പറയുന്ന ഈ 3 വാക്കുകൾ പ്രാർത്ഥിച്ച് പങ്കുവെച്ച് കരുതലോടുകൂടെ ആകുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ തകർക്കാൻ ഒരു ശക്തിയും സാധിക്കില്ല. ഇതില്ലാണ്ട് വരുമ്പോഴാണ് പല കുടുംബങ്ങളും തകർന്നു പോകുന്നത്. സമ്പത്തില്ലാണ്ടോ, അറിവില്ലാണ്ടോ, കഴിവില്ലാണ്ടോ, ആരോഗ്യമില്ലാണ്ടോ, സൗന്ദര്യമില്ലാണ്ടോ, സൗകര്യമില്ലാണ്ടോ ഒന്നുമല്ല. പ്രാർത്ഥിക്കാത്ത, പങ്കുവെക്കാത്ത, കരുതലില്ലാത്ത കുടുംബങ്ങളൊക്കെ തകർന്നു പോകും. എത്രയോ കുടുംബങ്ങൾ വേണം കാണിച്ചു തരണം. ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ജീസസ് കൂട്ടായ്മയിൽ ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ ഈ 3 പോസ്റ്റിലങ്ങ് ഉറപ്പിക്കാം. പ്രാർത്ഥിച്ച് പങ്കുവെച്ച് കരുതലുള്ള ഈ 3 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ആ ഒരു വലിയ ബന്ധത്തിൽ, ആ തൃത്വൈക കൂട്ടായ്മയിൽ നമുക്ക് ഒന്നിക്കാം. അപ്പോൾ തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളൊക്കെ ശക്തമായിട്ട് നിൽക്കും. ഈ പരാതിയും പരിഭവമൊന്നും ഇല്ലാതെ മുൻപോട്ട് പോകണമെങ്കിൽ ഈ 3 കാര്യങ്ങളുടെ അഭാവം നമുക്ക് ഉണ്ടാവരുത്. ഈ 3 കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി പാലിച്ചാൽ നമ്മുടെ കുടുംബങ്ങളൊക്കെ ദൈവപ്രീതിയുള്ള കുടുംബങ്ങളായിട്ട് മാറും. നമ്മൾ പറയാറില്ലേ, ദൈവകരം, സാമുവേലിൻ്റെയും യോഹന്നാൻ്റെയും ജീവിതം ബൈബിൾ പറയുമ്പോൾ ദൈവകരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെ ദൈവകരത്തിൻ്റെ ആ വലിയ സംരക്ഷണമുള്ള കുടുംബങ്ങളാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം, പങ്കുവയ്ക്കാം, കരുതലോടുകൂടെ നമുക്കായിരിക്കാം. നല്ല ദൈവം എല്ലാ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ച് ഈ 3 പോസ്റ്റിൽ ഉറപ്പിക്കപ്പെട്ട കുടുംബങ്ങളായി മാറട്ടെ എന്ന് അച്ഛൻ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. ക്രിസ്മസ് കഴിഞ്ഞ ഞായറാഴ്ച തിരുക്കുടുംബ തിരുനാൾ ദിവസമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ തിരുക്കുടുംബം നിങ്ങളുടെ കുടുംബത്തിൻ്റെ വലിയ അഭിഷേകമായി മാറട്ടെ. ആഗതമാകുന്ന പുതിയ വർഷത്തിൻ്റെ എല്ലാ നന്മകളും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവ്വം പോളിയച്ചൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇന്ന് ഈ കൂട്ടായ്മ ഭംഗിയാക്കി നടത്താൻ പരിശ്രമിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനാ ദൈവമേ, ഈ നല്ല സായാഹ്നത്തിൽ സഭയിൽ നിന്ന് തിരുക്കുടുംബത്തിനാൾ ആഘോഷിക്കുമ്പോൾ എല്ലാ കുടുംബങ്ങളെയും നസ്സസിലെ ആ തിരുക്കുടുംബം പോലെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയാക്കണമേ. നല്ല ദൈവമേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളും അങ്ങയുടെ കരത്തിൻ്റെ സംരക്ഷണമുള്ള കുടുംബങ്ങളായി മാറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധമ്മേ, മാതാവേ, തിരുക്കുടുംബത്തെ നായികെ, കുടുംബത്തിൻ്റെ പാലന മാറി യോസപിതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഉണ്ണീശോയെ, അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ പ്രീതി വളർന്നതുപോലെ എല്ലാ മക്കളും അതുപോലെ വളർന്നു വരുവാനായിട്ട് ഇടയാക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവാദിത്യ സ്നേഹവും പരിശുദ്ധാത്മ സംസർഗവും നിങ്ങളുടെ കൂടെയും നിങ്ങളുടെ കുടുംബങ്ങളിലും എല്ലാ യാത്രകളിലും പ്രകൃതിക്ഷോഭങ്ങളിലും പകർച്ചവ്യാധികൾ സംരക്ഷണമായി ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.